ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഞാൻ ഈ ചാനൽ നിർത്തണം. അവരോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ അതൊന്ന് സാധിച്ചു തരാൻ. ഗുഡ് മോർണിംഗ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീഡിയോ, അവസാനമല്ല, ഇതെന്റെ പുതിയ തുടക്കം മാത്രം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചില നല്ല കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ ചില കുടുംബങ്ങളുടെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ കുഞ്ഞാറ്റ, നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, ആ ഫാമിലി, അതായത് ഇച്ചായനും കുഞ്ഞാറ്റയും, അവരുടെ വിഷയത്തിൻ്റെ അകത്ത് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഈ അടുത്ത ദിവസങ്ങൾ നടന്ന ചർച്ചകളുടെ എല്ലാം ഒരു എൻഡാണ് ഈ ഒരു വീഡിയോ. ഇപ്പം എൻ്റെ ചാനലിൽ മാത്രമല്ല, ഇത് പൂർണ്ണമായിട്ട് എൻഡ് ആയിരിക്കുകയാണ്. ഇനി അതിനകത്തൊരു മറ്റൊരു തരത്തിലേക്കുള്ള സംഭവം ഉണ്ടാകാനുള്ള സാധ്യത പോലുമില്ല. എന്താണെന്നുള്ളതല്ലേ, സ്റ്റേഷനിൽ കംപ്ലയിൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കപ്പെട്ടു. അത് കുഞ്ഞാറ്റയുടെ സൈഡിൽ നിന്നല്ല, ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു വന്നതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലിയിലെ പുള്ളിക്കാരനെ അമൽ, ഇച്ചായൻ ഒക്കെ അവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം കേസ് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഞാൻ എൻ്റെ അറിവിലേക്ക് അറിഞ്ഞത്. ഇനി അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വേറെ എന്തെങ്കിലും വരുമെന്ന് അറിയത്തില്ല. അതിനെ തുടർന്ന് നമ്മുടെ മല്ലു ഫാമിലി സുജിൻ്റെ ചാനലിൽ നിന്നും അതിനകത്ത് അന്ന് രാത്രി എന്തോ ആ കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്ന വീഡിയോ അത് റിമൂവ് ആക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. ഇനി ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈ റേഞ്ച് ഫാമിലിയിൽ പുള്ളിക്കാരൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഞാൻ ചാനലും എല്ലാം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷകരമായ കാര്യം എന്താണെന്ന് നോക്കാം. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഞാൻ ഈ ചാനൽ നിർത്തണം. അവരോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ അതൊന്ന് സാധിച്ചു തരാൻ എനിക്ക് പറ്റൂല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തുടങ്ങിയത് പണ്ട് വേണമെങ്കിൽ എനിക്കിത് തുടങ്ങാമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലും, പിന്നെ നമ്മൾ എന്താ പറയുക, ഓൾറെഡി നമുക്കൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ അന്ന് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കമന്റ് ഇടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള അധികാരം പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റൈറ്റ്സ് പൂർണ്ണമായിട്ടും എനിക്കുണ്ട്. കാരണം ആരുടെയും തറവാട്ട് സ്വത്തല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആരുടെ. അതുകൊണ്ട് എനിക്കത് വീഡിയോ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും നിങ്ങളത് കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും ഞാൻ നിങ്ങൾ കാണണ്ടെന്ന് പറയാൻ ഞാൻ നിർബന്ധിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്, നിങ്ങളുടേതായ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇതിന് വേണ്ടി, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരിക്കലും ഒരാളെ വിലക്കാൻ ആളല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരുടെയും കുടുംബത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആരുടെയും പ്രശ്നങ്ങളോ പറഞ്ഞിട്ടല്ല ഞാൻ ഇടാറ്. ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്റെ കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പറയാൻ ഞാൻ അത് തന്നെ പറയത്തുള്ളൂ. പിന്നെ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന്റെ അകത്ത് ഇപ്പൊ എത്ര വലിയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരാൾ, ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോയിരുന്ന ഒരാൾ, അതെല്ലാം മാറ്റി നല്ലൊരു രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പോകുമ്പോൾ അയാൾക്ക് ആ നല്ല രീതിയിൽ ജീവിക്കാൻ കൂടിയുള്ള ഒരു അധികാരവും അവകാശവും ഒരു സ്വാതന്ത്ര്യം ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഈ ഒരു സംഭവത്തിനകത്താണ്, ഈ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഈ ഒരു സംഭവത്തിനാണ് 100%. അതായത് രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ പുള്ളിക്കാരൻ ആണ് പിന്നീട് പിൽക്കാലത്ത് വാത്മീകിയാവുന്നതും രാമായണം എഴുതുന്നതും ഒക്കെ. പിന്നീട് ആരും അദ്ദേഹത്തിന് കാട്ടുകള്ളൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ രത്നാകരൻ പിന്നീട് കള്ളത്തരം അഥവാ ഈ പറയുന്ന മോഷണത്തിന് വേണ്ടിയിട്ടോ ആൾക്കാരെ പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ വാത്മീകിയായി മാറിയ ശേഷം രത്നാകരനാകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കാത്തതുപോലെ അമലിനോട് എനിക്ക് പറയാനുള്ളത് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, അമലിൻ്റെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം ശരിയാണെങ്കിൽ, ഇപ്പം കുഞ്ഞാറ്റയുടെ ഈ ഇവരുടെ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ സംഭവത്തിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരൻ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് മാറി ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അഥവാ മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവത്തിന് പുള്ളിക്കാരനും കൂടെ ഓക്കെ ആയി എന്നുള്ളതാണ് അറിയുന്നത്. വളരെ നല്ല കാര്യം. എന്തെങ്കിലുമൊക്കെ വാശിപ്പുറത്ത് മറ്റുള്ള കാര്യങ്ങളുടെ അകത്ത് നമുക്ക് ചില റിവഞ്ച് മോഡിൽ നമ്മളൊന്ന് ഒരാളെ ഇങ്ങനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ പിന്നീട് നമ്മൾ തന്നെ അതാണ് അനുഭവിക്കേണ്ടി വരും. അതിനെക്കാട്ടിലും രണ്ടുപേർക്കും താല്പര്യമില്ല, ഒരുമിച്ച് പോകാൻ ജീവിക്കാൻ താല്പര്യമില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ ലൈഫുകൾ നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു 10 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2-3 വീടുകളിലെങ്കിലും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. അതുകൊണ്ട് ഇത് വെറും ഒരു കുഞ്ഞാറ്റയും ഒരു ഇച്ചായനുമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തുള്ള പ്രതിധ്വനിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനത്താൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തു. സ്ത്രീകളുടെ പീഡനങ്ങളാൽ മാനസികമായിട്ട് തകർന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ള പുരുഷന്മാരുടെ കഥകൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നു. ഇതെല്ലാം സമൂഹത്തിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാം നമ്മുടെ സമൂഹത്തിലുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നതുകൊണ്ട് മാത്രം അത് ചില വ്യക്തികളുടെ പേരുകൾ ഇങ്ങനെ വരുന്നു. അവർ ചിലപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യും, സമൂഹം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും, എല്ലാം ചെയ്യും. പക്ഷേ എങ്കിൽ ആത്യന്തികമായിട്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്ത്, ഞാനും അടങ്ങുന്ന സമൂഹത്തിൻ്റെ അകത്ത് ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഈ കുഞ്ഞാറ്റയുടെ വിഷയത്തിൻ്റെ അകത്താണെങ്കിൽ ഈ വിഷയത്തിൻ്റെ രണ്ട് ഭാഗവും, ഇപ്പം അമലിൻ്റെ ഭാഗത്ത് നിന്ന് അമൽ ഈ ഒരു സംഭവത്തിനോടുകൂടി ഞാൻ ചാനൽ നിർത്തുന്നില്ല, പകരം ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു കാര്യത്തിലേക്ക് ഒന്നും പറയാനോ എടുക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ഞാനിനി ഇത്രയും എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഇനി ഞാനൊരിക്കലും ഇങ്ങനെ സംഭവം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് എന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കൂ എന്നുള്ള കാര്യം പുള്ളി ചോദിക്കുന്നുണ്ട്. അത് പുള്ളി
തന്നെയാണ് അത് മുന്നോട്ട്. കാരണം സമൂഹം അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് വീണ്ടും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും അമൽ ഇനി ഒരിക്കലെങ്കിലും, എനിക്കിപ്പോഴും പറയാനുള്ള, ഒരിക്കലും ആ കുട്ടിയുടെ ലൈഫ് അവരുടേതായിട്ട് അവർ കൊണ്ടുപോട്ടെ. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് ആ സ്ത്രീ. ആ ഒരു ബഹുമാനം കൂടെ നിലനിർത്തണം എന്നുള്ളത് കൂടെയാണ് എൻ്റെ റിക്വസ്റ്റ്. ബാക്കി കേൾക്കാം. ഒരു നാൾ കള്ളം പല നാൾ പിടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനം കണ്ടു. എന്തെങ്കിലും ആവട്ടെ, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ട് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ നോട്ടം കൊണ്ടോ കേൾക്കൊണ്ടോ എന്തുകൊണ്ടോ തെറ്റുപറ്റിയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ ആൾ പിന്നെ ഒരു കാര്യവും ഇനി വേണ്ട, നമ്മുടെ ജീവിതത്തിന് അതിന്റെ ആവശ്യം, അത് മോശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല എന്നും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് വീഡിയോ കണ്ട് ഇനി ഇരുത് എന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ നിസാർ 2-3 ക്ലിപ്പും കാര്യങ്ങൾ എടുത്തിട്ടാണ് പല ആളുകളും പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ വെച്ച് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോടുള്ള സ്നേഹം കൊണ്ടോ. ഓക്കെ, ആരും ആരുടെ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, സോഷ്യൽ മീഡിയക്കകത്ത് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ അഭിപ്രായം പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ഈ പുള്ളിക്കാരൻ ഇത് നിർത്തുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നിർത്തുന്നുള്ളതാണ്. അതായത് അമൽ ഇനി ഒരിക്കലും കുഞ്ഞാറ്റയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും സംസാരിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് വൺ ഡേ ഒരു ദിവസത്തിന് മുമ്പിട്ട വീഡിയോ. അമ്മേനെയും കൂട്ടി ഹോസ്പിറ്റലിൽ എന്നുള്ളതാണ് ഇന്നലെ 21 മണിക്കൂറിന് മുമ്പ് അദ്ദേഹം ഇട്ടേക്കുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ വന്ന വീഡിയോ. സോ ഇനി അങ്ങോട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഫാമിലി, അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു റിക്വസ്റ്റ്. നല്ല വീഡിയോസ്. ഓക്കെ, ഇനി അടുത്തത് ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുട്ടി ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച്, ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. പക്ഷേ കിട്ടിയത് ബീഫ് അല്ലായിരുന്നു, വേറെ. സോ ഇവിടെ ഏതാണ്ട് 17 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിൽ നമ്മുടെ കുഞ്ഞാറ്റയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിസ്ബി കുഞ്ഞാറ്റ. സോ ഇവിടെ കമൻറ്റ് ബോക്സ് ഒരു കമൻറ്റ് ഉണ്ട്, ഭയങ്കര ആ ഒരു കമൻറ്റ് എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ വന്നത്. അതായത് പണ്ടത്തെ കരച്ചിൽ നിന്ന് ഇപ്പോഴത്തെ കുഞ്ഞാറ്റയിലേക്കുള്ള മാറ്റം, ഹാറ്റ്സ് ഓഫ് യുവർ സ്ട്രോങ് ഡിസിഷൻ, നല്ല ജോലി കിട്ടി, ലൈഫ് സെറ്റ് ആകട്ടെ. സീരിയസ്ലി, അതായത് പണ്ട് ഈ പുള്ളിക്കാരത്തി ഇവരുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബഹുഭൂരിപക്ഷം വീഡിയോസിൻ്റെ അകത്ത് കരച്ചില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരം ആ സമയത്ത് ആ ഒരു കാരണം കൊണ്ട് തന്നെ നിരന്തരം ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു ഈ കുട്ടി. സോ അതിനുശേഷം ഇന്ന് വളരെ പ്രസന്നവദനയായി, വളരെ സന്തോഷകരമായി ചിരിച്ച് ആ ഒരു സന്തോഷത്തോടുകൂടി ലൈഫ് കൊണ്ടുപോകുന്നു. അപ്പം എനിക്കിതിനിടയിൽ പറയാനുള്ളത്, ഇതൊക്കെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു? ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾ ഇത് ഒരു കുഞ്ഞാറ്റയുടെ ലൈഫ്, ഒരു അമൽ ഇച്ചായൻ്റെ ലൈഫ്, അതിനിടയിലുള്ള ഒരു കുഞ്ഞിൻ്റെ ലൈഫ് അല്ല. ഇത് നിങ്ങളുടെയും എൻ്റെയും ലൈഫ് തന്നെയാണ്. നമ്മുടെ ലൈഫുകളുടെ അകത്തെല്ലാം കടന്നു പോകുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മളതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ചുറ്റുപാട് കണ്ടാൽ നമ്മളത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. ഒരു പുസ്തകം വായിച്ചാലോ എന്തെങ്കിലും ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറേ അധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ് കിട്ടുന്നത് പോലെ ഈ ലൈഫുകളുടെ അകത്തുള്ള പലതരത്തിലുള്ള വീഴ്ചകളും പരാജയങ്ങളും തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനമാകുന്ന കാര്യം. ഈ പരാജയത്തിൽ നിന്ന് നമുക്കും കുറേ പഠിക്കാനുണ്ട്. ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ലൈഫല്ല, അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. മറ്റുള്ള പല ആൾക്കാരുടെ സംഭവം തന്നെയാണ് നമ്മുടെ പുസ്തകങ്ങളിലും ബുക്കുകളിലും സിനിമകളിലും ഒക്കെ കാണുന്നത്, വായിക്കുന്നത് ഒക്കെ. അതുകൊണ്ട് ഇതെല്ലാം ലൈഫുകൾ ഓരോ പുസ്തകങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്നും എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകും, ദൈവം അനുഗ്രഹിക്കട്ടെ, ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു ഉയരട്ടെ. സോ അത് അന്ന് ഒരു കാര്യമുണ്ട്, ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് ഇന്നലകളിൽ അവരെ ചിലപ്പം ഇപ്പം ഭയങ്കരമായിട്ട് അന്ന് ഈ കുഞ്ഞാറ്റെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരായിരിക്കും ഇന്ന് ഈ കമൻറ്റ് ബോക്സിന് ഫിനിക്സ് പക്ഷി എന്നുള്ള ലെവലിലേക്ക് മാറുന്നത്. അതുകൊണ്ട് അമലിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാളെ തിരുത്തി പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെയും ഓക്കെ കണ്ടോ ആ പയ്യൻ അന്ന് ഇതൊക്കെ സംഭവിച്ചു, അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ ഇന്ന് അയാളുടെ ലൈഫ് നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടും പറ്റും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം എന്നുള്ളത് സ്റ്റോപ്പല്ല, അതിനുശേഷം ഒരു കയറ്റമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഏതൊരു ഘട്ടം വന്നിരുന്നാലും അത് ഏറ്റവും വലിയ നിർണായകമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ലെവലിലേക്ക് എത്തിയാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതും മുന്നോട്ട് പോകും. അതും കടന്നു പോകുമ്പോൾ മാത്രമേ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള നമുക്ക് തോന്നൽ വരിക. പക്ഷേ ഇത്രയേ ഉള്ളവർ തോന്നുന്നത് ഇതിനെക്കാട്ടി വലിയ മണ്ടത്തരം പിന്നെ കാണിക്കാനല്ല, അത് പിന്നെ ആവർത്തിക്കാതിരിക്കാനും നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നുള്ള ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കാം, വിധിയിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ വിധിയിൽ വിശ്വസിക്കുക എന്ന് വിചാരിക്കാം, വിധി തരുന്നതാണെന്ന് വിശ്വസിക്കാം. അല്ല ഡിങ്കനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് ഡിങ്കൻ തരുന്ന വരദാനമായിട്ടും ഓം ഡിങ്കായ നമഃ എന്ന് ഞാൻ പറയുക. സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുഞ്ഞാരെ ഹാപ്പി ആയിരിക്കണം, മോളെ നന്നായി ശ്രമിക്കൂ, ജോലി അവിടെ തന്നെ ലഭിക്കണം. അപ്പോൾ ആ കുട്ടിക്കവിടെ ജോലിയൊന്നും ആയിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അവിടെ നിന്ന് പഠിക്കാനൊക്കെ പോയി എന്നുള്ള കാര്യമാണ്. സോ കുഞ്ഞാറ്റയുടെ വീഡിയോസിൻ്റെ അകത്ത് മൊത്തം വളരെ ഹാപ്പി മോഡാണ്. അതിനകത്ത് അവസാനം അല്ല, ഇതെൻ്റെ പുതിയ തുടക്കം മാത്രം. ഓക്കെ,
ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്, ക്രിയേറ്റ് ഇറ്റ് ഡെയിലി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇട്ടേക്കുന്നു. സോ അവസാനമല്ല ഇതിൻ്റെ പുതിയ തുടക്കം. ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് അവിടെ നമ്മുടെ അമലിട്ടേക്കുന്ന സംഭവം എന്താ പറയുക, എല്ലാ ചാനൽ നിർത്തും, എല്ലാം നിർത്തുന്നു. അവിടെ പുള്ളിക്കാരനും അവസാനിപ്പിക്കുന്നു, വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു പുതിയ തുടക്കം. സോ എല്ലാം നമുക്ക് ഡോൺ എന്ന് വെച്ചാൽ DON അല്ല, DAWN, ഡോൺ, നമ്മുടെ ഉദയം. അത് എല്ലാവരുടെ ലൈഫിൻ്റെ അകത്തും ഒരു വീഴ്ചയിൽ നിന്നും, ഒരു പ്രശ്നങ്ങളിൽ നിന്നും, ഒരു വിഷമഘട്ടത്തിൽ നിന്നും ഉള്ളൊരു ഉദയം എല്ലാവരുടെ ലൈഫിലോട്ട്. അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാതെ വീണ്ടും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ എനിക്ക് ഈ വീഡിയോ കൂടെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒരു വലിയ സംഭവമായിട്ടൊന്നുമല്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പല ആൾക്കാരുടെ ലൈഫിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാകും. കുടുംബ പ്രശ്നം എന്നുള്ള സാധനം നമ്മുടെ ചില സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ഫാമിലി ഭയങ്കര, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കപ്പിൾ അപ്പുറത്തെ കപ്പിളിനെ നോക്കിയിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട് വളരെ എന്തുവാടാ എന്ത് ചേട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കും. ഇതെല്ലാം കാണുന്നത് ഇപ്പുറത്തേക്കുന്ന കപ്പിൾ അവിടെ നോക്കിക്കൊണ്ട് പറയും, അവരെന്ത് ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നു, എനിക്കൊരുത്തനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരുത്തിയുണ്ട്, എന്തോ സംഭവം എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യും. സോ ആക്ച്വലി ഈ ഒരു സാധനം ഏതൊരു ഫിലോസഫി ഉണ്ട്, നമ്മുടെ ഫ്രഞ്ച് ഫിലോസഫി എന്തോ സാധനമുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഒരു തെരുവിൽ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ഈ അവരുടെ ജനാല തുറന്നിട്ടിട്ട് അപ്പുറത്തെ തെരുവിലേക്ക് നോക്കുമ്പോൾ ആ സൈഡ് നിൽക്കുന്ന എല്ലാ വീടുകളുടെയും പുറം ഭാഗം ഏറ്റവും വൃത്തിഹീനമായ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കും. ഇവർ നോക്കുമ്പോഴേക്കും ഇവരുടെ വീടിൻ്റെ ഉള്ളിലെല്ലാം അടിപൊളിയാണ്. എന്താ അവിടെ അങ്ങനെയെന്ന് ചോദിക്കും. അവിടെ നിന്ന് നോക്കുന്നവരും ഇപ്പുറത്തെ ചുറ്റും ഇതിൻ്റെ പുറത്തുള്ള അഴുക്ക് കാണും, ഉള്ളിൽ കാണത്തില്ല. സോ അതിൻ്റെ ഫിലോസഫിയുടെ പേര് അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യട്ടോ. സോ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിൽ നോക്കിയിട്ട് അവൻ്റെ പുറമേ കാണുന്ന സംവിധാനം വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ അവർ വളരെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാണ് എന്ന് വെച്ചാൽ അവരെ പുറം മൂടി കണ്ടിട്ടാണ്. പുറമോടി ഇപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളില്ലാത്ത എന്തൊക്കെ ഉണ്ടാകും, ഏതൊക്കെ കാര്യങ്ങളാണ് എന്നെ ഈ പാലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ എന്നെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ സിനിമകളിൽ കാണുന്നത് മറ്റൊരാളുടെ വേഷം കെട്ടി നിൽക്കുന്ന, അഥവാ മറ്റൊരു ആൾ എഴുതിയ ഒരു വേഷം അഭിനയിച്ച് തീർക്കുന്ന മനുഷ്യരാണ്. അത് കണ്ടിട്ട് നമ്മൾ അവരുടെ ഫാൻ ബേസിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിലാത്ത ഓരോ വ്യക്തികളും അവരവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് കാണിക്കുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ മാർക്കറ്റിൽ പോകാൻ വേണ്ടി പറയും, ചന്തയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വാടാ, കണ്ണൻകുഴിയാളെ വാങ്ങിയിട്ട് പോവാ, അല്ലെങ്കിൽ മത്തി ചൂരച്ച, ഞാനതൊക്കെ വാങ്ങുന്ന ആളാണ് എപ്പോഴും. അപ്പം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുന്ന കോലം എന്തായിരിക്കും? പെട്ടെന്ന് ചന്തയിൽ പോകണോ വീട്ടിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകും. പണ്ടൊക്കെ ചന്തയിലൊക്കെ പോകുമ്പോൾ ഒരു സാധാരണ ഒരു മുഷിഞ്ഞ വേഷമാണെങ്കിൽ ഇന്ന് ചന്തയിൽ പോകുന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. അതാണ് കണ്ണൻകുഴിയാളെ നമ്മുടെ കരിക്കിൻ്റെ കോമഡിയൊക്കെ ഓർമ്മ. സോ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം നമ്മളെ തന്നെ ഇതാക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ അങ്ങനെ നടക്കുന്നത് കാണാനാണ്, സമൂഹം അങ്ങനെ കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, അത് എവിടെ വരെ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാം, എന്തൊക്കെ നമുക്ക് എത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൻ്റെ ഒരു പരിധി നമ്മൾ ലക്ഷ്മണരേഖ നമ്മുടെ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഞാൻ പറയുന്നില്ലേ, ഇപ്പോൾ ചെറിയൊരു റിയാക്ഷൻ, ഞാൻ ഇത് ഒരു വീഡിയോ കാണുന്നത്, ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള ഒരു ഇതിലല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സംസാരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്നെയും കൂടെ മനസ്സിലാക്കിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്കും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം, അമലിൻ്റെ കുഞ്ഞാറ്റയുടെ ലൈഫിലുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതുപോലെ മറ്റ് പല ആൾക്കാരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്നും കുറേ പഠിക്കാനുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതിൽ നിന്നൊക്കെ കുറേയധികം കാര്യങ്ങൾ പ്രചോദനം എന്നുള്ള സംഭവമായിരിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. കാരണം ഓരോ വ്യക്തികളുടെ ജീവിതവും ഓരോ വലിയ പുസ്തകങ്ങളാണ്. സോ എന്താണ് ഇപ്പോൾ ഞാൻ വളരെ സന്തോഷകരമായിട്ട് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടുപേരുടെ ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കുക. മരണം എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കാതെ മരിക്കുന്നത് വരെ അങ്ങ് ജീവിക്കുക. നിങ്ങൾക്ക് ഏതുവരെ പറക്കാൻ പറ്റുമോ പരിധിയില്ലാതെ പറക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെയും സമൂഹത്തിൻ്റെയും കണ്ണിൻ്റെ അവർ നൽകുന്ന നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ടോ, അവരുടെ നല്ല വാക്കുകളെന്നും സ്ഥായിയായിരിക്കത്തില്ല, അവരുടെ മോശം വാക്കുകളും എന്നും സ്ഥായിയായിരിക്കത്തില്ല. എല്ലാം ഒരു ഘട്ടം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളും കൂടെ ഇല്ല, ഒറ്റയ്ക്ക് തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് പറക്കാൻ പറ്റും, പരിധിയില്ലാതെ പറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കല്യാണം എന്നുള്ള കാര്യമൊക്കെ ഈ യങ് ജനറേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് ചിന്തിക്കാനോ തീരുമാനിക്കാനോ നിൽക്കണ്ട. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്കൊക്കെ ചിന്തിക്കുക എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു. നല്ലൊരു ജോലി ആദ്യം നേടുക, സാമ്പത്തികം അടിത്തറ ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം ഈ പരിപാടികളൊക്കെ പോവുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇവിടുത്തെ അടുത്ത വീഡിയോ കാണുക. ബൈ.